നമ്മുടെ ഡേ ടു ഡേ മൊബൈൽ യൂസിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവമാണ് മൊബൈലിലെ മെസ്സേജിങ്. മെസ്സേജ് മനസ്സിലായിക്കോ? നമുക്കിപ്പോൾ എന്തൊരു OTP വരണമെങ്കിലും പല OTPയും വരേണ്ടി വരും, പല വെരിഫിക്കേഷൻ കോഡും വരേണ്ടി വരും, അതുപോലെ പ്രധാനപ്പെട്ട പല മെസ്സേജുകളും വരേണ്ടി വരും. ഇതൊക്കെ നമുക്ക് മെസ്സേജിങ് കൂടെ നടക്കും. അതൊന്നും വാട്സപ്പ് കൂടെ ഇതിൽ കൂടെ ഒന്നും നടക്കില്ല. അതിന് മെസ്സേജ് തന്നെ വേണം. ഈ മെസ്സേജിലുള്ള ഒരു അടിപൊളി ഫീച്ചർ അതാണ്. വീഡിയോ തീർച്ചയായിട്ടും ഉപകാരപ്പെടും. അതുകൊണ്ട് വീഡിയോ മുഴുവനായിട്ട് കാണാൻ, കണ്ടിട്ട് അഭിപ്രായം അറിയിക്കുക. നമ്മളെ മൊബൈലിൽ ഡീഫാൾട്ട് ആയിട്ട് ഒരു മെസ്സേജിങ് ആപ്ലിക്കേഷൻ ഉണ്ടാവും. മെസ്സേജ് അയക്കാനും സ്വീകരിക്കാനുള്ള ഒരു ആപ്ലിക്കേഷൻ മെസ്സേജിങ് എന്ന് പറഞ്ഞിട്ട്. എന്നാൽ നമ്മൾ ഇതിന് പകരം ഉപയോഗിക്കുന്നത് ഗൂഗിളിന്റെ മെസ്സേജ് ആട്ടോ. സേഫ് ആണ്, സെക്യൂർ ആണ്, ലിങ്ക് ഡിസ്ക്രിപ്ഷനിലുണ്ട്. അത് ഉപയോഗിച്ചാൽ ഇതിനെക്കാട്ടിലും ബെറ്റർ ആണ്, ഫീച്ചറുകൾ കൂടുതലുണ്ട്. നമുക്ക് ഈ ഗൂഗിളിന്റെ മെസ്സേജസ് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഓപ്പൺ ചെയ്തിട്ട് ഞാനിപ്പോൾ ഒരു മെസ്സേജ് എടുത്ത്, ഈ മെസ്സേജ് എനിക്ക് വായിക്കാനാകുന്നില്ല, വളരെ ചെറിയ എഴുത്താണ്. അപ്പോൾ എന്ത് ചെയ്യാം? ഇങ്ങനെ 2 വിരൽ വെച്ചിട്ട് നമുക്ക് ആവശ്യത്തിന് വലുതാക്കി എടുക്കാം. വലുതാക്കോ ചെറുതാക്കോ എന്ത് വേണേലും ചെയ്യാം. നമുക്ക് വായിക്കാനുള്ള ബുദ്ധിമുട്ട് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമുക്ക് കംഫർട്ട് ആയിട്ടുള്ള രീതിയിൽ വലുതാക്കിയിട്ട് അത് വായിക്കാം. ഡീഫാൾട്ടായിട്ട് ഇത് ഉണ്ടാവുകയല്ല. ഇതെങ്ങനെ ചെയ്യുക? അതിന് മേലെ 3 ഡോട്ട് കാണും. ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് സെറ്റിംഗ്സ് എടുക്കുക. സെറ്റിംഗ്സ് എടുത്തിട്ട് ഇവിടെ കാണാം പിഞ്ച് ടു സൂം കോൺവെർസേഷൻ ടെക്സ്റ്റ് എന്നുള്ള ഒരു ഓപ്ഷൻ. ഇത് ഓഫിലുണ്ടാകുക, ഒന്ന് ഓൺ ആക്കി കൊടുക്കുക. സംഭവം തിരിഞ്ഞിക്കാം. പിഞ്ച് ടു സൂം കോൺവെർസേഷൻ ടെക്സ്റ്റ് അത് ഓൺ ആക്കി കൊടുക്കുക. ഇങ്ങനെ ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന എല്ലാ മെസ്സേജും നമുക്ക് സൂം ചെയ്ത് വലുതാക്കിയിട്ട് കാണാം, ചെറുതാക്കിയിട്ടും. ഇനി ഇതിലുള്ള രണ്ടാമത്തെ ഒരു ഫീച്ചറാണ്, നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള സംഭവമാണ് നമുക്ക് വരുന്ന OTPകൾ. ഈ OTPകൾ നമ്മൾ ഉപയോഗിച്ച് കഴിഞ്ഞാലും നമ്മളെ മെസ്സേജിൽ അത് ആടെ ഉണ്ടാവും. അത് നമ്മൾ ഡിലേറ്റ് ആകില്ല. എന്നാൽ ഓട്ടോമാറ്റിക്കായിട്ട് നമ്മൾ ആവശ്യം കഴിഞ്ഞാൽ ഡിലേറ്റ് ആകുന്ന ഒരു സംഭവം ഇതിൽ ചെയ്തു വെക്കാം. അതിന് ഈ സെറ്റിംഗ്സിൽ ഇവിടെ മെസ്സേജ് ഓർഗനൈസേഷൻ എന്നുള്ള ഇതൊന്ന് ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്തിട്ട് മേലത്തെ ഈ ബട്ടൺ ഒന്ന് ഓൺ ആക്കി കൊടുക്കുക. ഓൺ ആക്കി കൊടുത്താൽ ഏറ്റവും ലാസ്റ്റിൽ വേറൊരു ഓപ്ഷൻ വരും, ഓട്ടോ ഡിലേറ്റ് OTPs ആഫ്റ്റർ 24 hours എന്ന് പറഞ്ഞിട്ട് ഒരു ഓപ്ഷൻ വരും. അതൊന്ന് ഓൺ ആക്കി കൊടുക്കുക. ഇത് ഓൺ ആക്കി കഴിഞ്ഞാൽ നമുക്ക് വരുന്ന OTPകളൊക്കെ ആവശ്യം കഴിഞ്ഞാൽ 24 മണിക്കൂർ കഴിഞ്ഞാൽ അത് ഓട്ടോമാറ്റിക്കായിട്ട് ഡിലേറ്റ് ആയി പോകും. നമ്മളെ ഫോണിൽ അത് സേവ് ആയി നിൽക്കില്ല. സംഭവം അങ്ങനെ. അപ്പം മെസ്സേജ് ആയിട്ട് ബന്ധപ്പെട്ട ഈ 2 സംഭവങ്ങൾ നിങ്ങൾക്ക് ഉപകാരം തോന്നിയിട്ടുണ്ടെങ്കിൽ നിങ്ങളെ ചങ്ങായിമാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒരു ലൈക്കും കൊടുത്തേക്ക്. പാവം നമുക്കൊരു ബൂസ്റ്റും ആയിക്കോട്ടെ. നമുക്ക് അടുത്ത വീഡിയോ നല്ല സെഗ്മെന്റ് കാണാം. നിങ്ങളുടെ സ്വന്തം മുത്തൂസ് മെപ്പയ്യൂർ. താങ്ക് യു സോ മച്ച്.